പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. നമുക്ക് ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രഭാത കിരണങ്ങൾ പോലെ തൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിച്ച് നമ്മൾ ഇന്ന് വ്യാപരിക്കുന്ന ഓരോ ഇടങ്ങളിലും അനുഗ്രഹമുള്ളവരായി മാറണം. അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഈ തിരുവചനം ശ്രവിക്കാം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ദൈവമായ കർത്താവ് പകൽ മേഘസ്തംഭമായും രാവിൽ അഗ്നിസ്തംഭമായും അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ തിരുവചനം കേൾക്കുമ്പോൾ കർത്താവ് എത്രമാത്രം ഇസ്രായേൽക്കാരെ പൊതിഞ്ഞ് സൂക്ഷിച്ചു കൊണ്ടു നടന്നുവെന്ന് തിരുവചനം നമ്മൾക്ക് വ്യക്തമാക്കി നൽകും. പക്ഷെ നമുക്കറിയാം, ഒരു മേഘം തണൽ വിരിക്കുന്നത് സൂര്യൻ്റെ പ്രകാശത്തെ തൻ്റെ പുറം കൊണ്ട് തടഞ്ഞിട്ടാണ്. ദൈവമായ കർത്താവ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടന്നീങ്ങുന്ന ഇസ്രായേൽക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു മേഘമായി മാറി വെയിൽക്കിരണങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തെ സംരക്ഷിച്ചപ്പോൾ ദൈവം തൻ്റെ പുറത്ത് പൊള്ളലേറ്റവനാണ്. ഇസ്രായേൽക്കാർ ഏൽക്കേണ്ട പൊള്ളലിനെ ദൈവം തൻ്റെ പുറത്തേക്ക് ആവഹിച്ചെടുത്തു. അവർക്ക് തണൽ കൊടുക്കുവാൻ വേണ്ടി ദൈവം പുറം കാണിച്ചു കൊടുത്തു. അവർ രാത്രിയിൽ നടന്നു നീങ്ങുമ്പോൾ ആ പാതയിൽ കാലിടറാതിരിക്കുവാനും കല്ലിൽ കാൽ കുടുങ്ങാതിരിക്കുവാനും കുഴിയിൽ വീഴാതിരിക്കുവാനും ദൈവം അഗ്നിയായി അവരുടെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ട് നടന്നു. ദൈവം അവർക്ക് ഇരുട്ടിൽ പ്രകാശമായിട്ട് മാറുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഒരു ദീപം കൊളുത്തി വയ്ക്കുമ്പോൾ അത് ആളിപ്പടരും. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തീയായി ദൈവം സ്വയം എരിയാനായിട്ട് തുടങ്ങി. നോക്കൂ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലൂടെ തൻ്റെ ജനം യാത്ര ചെയ്യുമ്പോൾ തേനും പാലും ഒഴുകുന്ന കനാൽ ദേശത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദൈവം എപ്രകാരമാണ് അവരെ സ്നേഹിച്ചതെന്ന്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് പ്രിയപ്പെട്ടവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം മേഘമായി മാറി പൊള്ളലേറ്റു വാങ്ങിയെങ്കിൽ, ദൈവം സ്വയം കത്തി അവർക്ക് പ്രകാശം കൊടുത്തുവെങ്കിൽ, എത്രയോ കരുതലും സ്നേഹവുമാണ് ദൈവം തൻ്റെ ജനത്തോട് കാണിച്ചു കൊടുത്തത്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവിൻ്റെ ഭാവം. നിന്നെ ദൈവം സ്നേഹിക്കുന്നു, നിന്നെ ദൈവം കരുതുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവം നിനക്ക് വേണ്ടി സഹിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അവൻ നീ ഏൽക്കേണ്ട വെയിലിനെ തടഞ്ഞു നിർത്തുവാൻ ദൈവം നിനക്ക് മേഘമായി നിന്ന് ദൈവത്തിൻ്റെ പുറം കൊണ്ട് ദൈവം ആ കിരണങ്ങളെ ഏറ്റുവാങ്ങി നിനക്ക് തണൽ വിരിക്കുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി എരിഞ്ഞ് കത്തി ദൈവം നിനക്ക് പ്രകാശമാവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നടക്കുന്ന വഴികളിൽ അൻപോടുകൂടെ നിന്നെ ചേർത്ത് പിടിക്കുകയും ഒരു തിന്മയ്ക്കോ ഒരു നാശത്തിനോ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ ദൈവം കരുതലോടുകൂടെ തൻ്റെ കരവലയത്തിൽ ചേർത്ത് പിടിച്ച് കർത്താവ് നിന്നെ നയിച്ചുകൊണ്ട് പോകുന്ന ആ സ്നേഹത്തിന് പറയുന്ന പേരാണ് ദൈവപരിപാലന. ഓരോ പ്രഭാതത്തിലും പ്രിയ ദൈവമക്കളെ നിങ്ങൾ അനുഭവിക്കുന്നത് ഈ ദൈവപരിപാലനയാണ്. കർത്താവ് എത്രയോ കൃപയോടുകൂടെയാണ് നമ്മളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത്. നീ അനുഭവിക്കേണ്ട വേദനകൾ നിന്റെ ദൈവം ഏറ്റെടുക്കുന്നു. നീ കൊള്ളേണ്ട വെയിലുകൾ നിന്റെ ദൈവം ഏറ്റെടുക്കുന്നു. നീ ഇരുട്ടിൽ നടക്കാതിരിക്കുവാൻ വേണ്ടി നിന്റെ ദൈവം പ്രകാശ പെരുമഴയായിട്ട് മാറുന്നു. ദൈവമായ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. അതിൻ്റെ അടയാളമാണിത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹ കരവലയത്തിൽ നിന്നൊരിക്കലും ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാനൊരു പ്രേരണയുണ്ടാകണം. നിന്റെ ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ട് വേണം ഓരോ പ്രഭാതങ്ങളും ആരംഭിക്കുവാൻ. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, അവിടുത്തെ സ്നേഹകരങ്ങളുടെ വലയങ്ങളിൽ നിന്നൊരിക്കലും എനിക്ക് നഷ്ടമായി മാറരുതേ. അവിടുത്തെ സ്നേഹത്തിലേക്ക് എന്നെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൃപ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.